വെൽക്കം ബാക്ക്. ചെറുപ്പം നിലനിർത്താൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ഒരു ഔട്ട്ലുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ പല പരീക്ഷണങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പല ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റമൂലികൾ ചെയ്യുന്നുണ്ടായിരിക്കാം, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ്, അതായത് ഓയിൻമെൻറ്റ്സ്, ക്രീമൊക്കെ പല രീതിയിൽ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ വളരെ നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ലുക്ക് ബ്യൂട്ടിഫുള്ളായി നിലനിർത്താനും ചുളിവുകളും മടക്കുകളും വീഴുന്നതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് ചെറുപ്പം നിലനിർത്താനും സഹായിക്കുന്ന ഒരു ഫ്രൂട്ടുണ്ട്. ആ ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതെങ്ങനെയാണ് ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതെന്ന് നോക്കാം. സ്കിന്നിൻ്റെ ഏജിങ് തടയുന്നതിന്, അതായത് സ്കിന്നിൻ്റെ ഏജിങ് എന്ന് പറയുമ്പോൾ ചുളിവുകളും മടക്കുകളൊക്കെ വീഴുക, സ്കിന്ന് ഡ്രൈ ആയി കാണുക, ഇതൊക്കെയാണ് ആ ഏജിങ്ങിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളെ തടയാനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ വളരെയധികം സഹായകരമാണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന ഫ്രീ റാഡിക്കലുകളുണ്ട്. ഈ ഫ്രീ റാഡിക്കലുകൾക്ക് മറ്റ് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ നശിപ്പിക്കാനൊരു കഴിവുണ്ട്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കുന്നവരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, അതുപോലെ കെരോട്ടിനോയിഡ്, ബീറ്റാ കെരോട്ടിനോയിഡ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിലെ സെല്ലുകൾ നശിക്കുന്നതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. ഇങ്ങനെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം. ഈത്തപ്പഴം ത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫ്ലവനോയിഡ്, കെരോട്ടിനോയിഡ്, ഫിനോളിക് ആസിഡ്, ഇങ്ങനെ കുറേ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മൾ ഈ പറഞ്ഞ ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിച്ച് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. സ്കിന്നിൻ്റെ സെൽസൊക്കെ നശിച്ചു പോകുന്നതിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അതുപോലെ നമ്മുടെ പുറമേയുള്ള പരിസ്ഥിതിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന സ്കിന്നിലുണ്ടാകുന്ന മറ്റ് ഡാമേജുകളെയും ഇത് തടഞ്ഞു നിർത്തും. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഇതുപോലെ തന്നെ UV റേയ്സിന്, നമ്മൾ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് രശ്മികളുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തും. അതുവഴി സൺബേൺ, സൂര്യാഘാതം ഉണ്ടാകുന്നതിൽ നിന്ന് തടയാം. അതുപോലെ പ്രീമച്വർ ഏജിങ് എന്ന് വെച്ചാൽ ഒരു 20-30 വയസ്സുള്ള ആളെ കാണുമ്പോഴും നമുക്കൊരു 50-60 വയസ്സൊക്കെ തോന്നിക്കുക. അങ്ങനെ പ്രീമച്വർ ഏജിങ് ഉണ്ടാകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. അതുപോലെ സ്കിൻ ക്യാൻസറിന് ഒരു പരിധി വരെ തടയാനായിട്ടും ഈ ആൻറ്റി ഓക്സിഡൻസുകൾ ഹെൽപ്പ് ചെയ്യും. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മൾ പറഞ്ഞു ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈത്തപ്പഴത്തിൽ. ഇപ്പോൾ ഡെയിലി ഒരു 4-5 ഈത്തപ്പഴം കഴിക്കുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ വിളർച്ചയൊക്കെ ഉള്ള കേസിൽ, അനീമിയ വിളർച്ചയുടെ കേസിൽ ഈത്തപ്പഴം കഴിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം കഴിക്കണം എന്ന് പറയാറുണ്ട്. നമ്മളത് കഴിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ സ്കിന്നിന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈത്തപ്പഴം എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളെ കൂടാതെ മറ്റ് പല രീതിയിലും ഈത്തപ്പഴം നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഉപകാരപ്പെടുന്നുണ്ട്. അതേതൊക്കെയാണെന്ന് കൂടി ഒന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് ഈ ഈത്തപ്പഴം ഹെൽപ്ഫുള്ളാണ്. അതായത് ഈത്തപ്പഴത്തിനകത്ത് നാച്ചുറൽ ഷുഗേഴ്സായിട്ട് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് പോലുള്ള നാച്ചുറൽ ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് സ്കിന്നിൽ ഒരു നാച്ചുറൽ മോയ്സ്ചർ കണ്ടൻറ്റ് സ്കിന്നിൽ പിടിച്ചു നിർത്താനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ അതുവഴി ഒരു നോർമലായിട്ട് സ്കിന്നിലൊരു മോയ്സ്ചർ കണ്ടൻറ്റ് നിലനിർത്താനും അനാവശ്യമായി സ്കിൻ ഡ്രൈ ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സഹായകരമായിരിക്കും. ഇനി നമ്മൾ പറഞ്ഞ ആ ഒരു ഏജിങ് സ്കിന്നിൽ പ്രകടമാകുന്ന ചുളിവുകൾ, ഡ്രൈനെസ് ഒക്കെ വരുമ്പോഴാണ്, അതായത് സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിക് പ്രോപ്പർട്ടി പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഏജിങ് മനസ്സിലായി തുടങ്ങുന്നത്. ആ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി റീഗെയിൻ ചെയ്യാൻ, നിലനിർത്താനായിട്ട് ഡേറ്റ്സിന് സാധിക്കും. അതായത് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി കൊളാജൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ്റെ ഫോർമേഷനെ സഹായിക്കും. കൊളാജൻ എന്ന് പറയുന്നൊരു സ്ട്രക്ചറൽ പ്രോട്ടീനാണ്. അപ്പോൾ ഈ കൊളാജനാണ് സ്കിന്നിനെ നല്ല ഫേമായിട്ട്, എലാസ്റ്റിക് ആയിട്ട്, അതുപോലെ തന്നെ ആ ഒരു ടോൺ നല്ല ഈവനായിട്ടും നിർത്തുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളാജൻ്റെ ഫോർമേഷന് വൈറ്റമിൻ സി കാരണമാകും. വൈറ്റമിൻ സി ധാരാളമായിട്ട് ഡേറ്റ്സിൽ അടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഈത്തപ്പഴം കഴിക്കുന്നത് വഴി കൊളാജൻ്റെ ഫോർമേഷൻ അത് പ്രൊമോട്ട് ചെയ്യുകയും അതുവഴി സ്കിന്നിൽ ആ ഒരു ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സാധിക്കും.
ഇനിയും സ്കിന്നിൻ്റെ ഏജിങ് തടയുന്നതിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ടെണ്ണം കൂടി പറയാം. അതിലൊന്നെന്ന് പറയുന്നത് വൂണ്ട് ഹീലിംഗ് ആണ്. അതായത് മുറിവുകൾ ഉണ്ടാകുമ്പോൾ അത് ഉണങ്ങുമല്ലോ. ഉണങ്ങുന്ന സമയത്ത് നമ്മുടെ ആ ഡാമേജ് ആയി പോയ സ്കിന്നിനെ തിരിച്ച് റീസ്റ്റോർ ചെയ്യുന്നതിന് ഈ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ള സിങ്ക്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ പോലുള്ള മിനറൽസും ഒരു വൈറ്റമിൻസും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിനും ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് സോറിയാസിസ്, എക്സിമ, മുഖക്കുരു പോലുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടല്ലോ, ആ കേസൊക്കെ വരുമ്പോൾ ഈ ഡേറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഫർദറായിട്ട് നീർക്കെട്ട് അങ്ങനത്തെ ഉള്ള കണ്ടീഷൻസ് അതിൽ ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാകുന്നതിന് തടയാനായിട്ട് സാധിക്കും. ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ, ബി, ഇ, അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, സെലീനിയം പോലത്തെ മിനറൽസ്, ഇങ്ങനെ ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഈ ഈത്തപ്പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ഡെയിലി ഒരു 4-5 എണ്ണം വെച്ച് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ഒരു ഈവൻ ടോൺ സെറ്റ് ആവുകയും അതുപോലെ നല്ലൊരു കോംപ്ലക്ഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. അങ്ങനെ ചെറുപ്പം നിലനിർത്താനും സ്കിന്ന് കാണുമ്പോൾ പ്രായം തോന്നാതിരിക്കാനും ഒക്കെ ഉള്ളൊരു സീക്രട്ട് ഏജൻ്റാണ് ഈ ഈത്തപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ സ്കിന്ന് ബ്യൂട്ടിഫുള്ളായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈത്തപ്പഴം വാങ്ങിച്ച് കഴിക്കുക. അതിൻ്റെ ഒരു ഔട്ട്കം എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.